താഴോട്ടിടാൻ പറ്റുമെന്ന് നോക്കി, എടുത്ത് താഴോട്ടിടാൻ എറിയാൻ പറ്റുമെന്ന് നോക്കി. ഫ്രണ്ടിലോട്ടല്ല ബാക്കിലോട്ടേ. ബക്കറ്റുകളില്ലേ? കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലയൻസ് സയൻസസ് ക്യാമ്പസിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം കെട്ടിടത്തിന് പുറത്തെ സർവീസ് വയറുകൾക്കാണ് തീ പിടിച്ചത്. തുടർന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലേക്കും ടെറസിനു മുകളിൽ അടിഞ്ഞുകൂടിയ കരിയിലകളിലേക്കും പഴയ കസേരകളിലേക്കും തീ പടർന്നു. ക്യാമ്പസിലെ കുടിവെള്ള പൈപ്പുകളും അഗ്നിക്കിരയായി. തീപിടുത്തമുണ്ടായ സമയത്ത് 150-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നു. തീ കെട്ടിടത്തിനുള്ളിലേക്ക് പടരുന്നത് തടയാൻ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് വെള്ളമെത്തിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും നടത്തിയ രക്ഷാപ്രവർത്തനം വലിയൊരു ദുരന്തം ഒഴിവാക്കി. കൗണ്ടർ ഫയർ സംവിധാനം ഉപയോഗിച്ചും അവർ തീ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. മറയൂർ പോലീസും വനം വകുപ്പും സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത്. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. കോളേജ് ക്യാമ്പസിനു പുറമെ തീർത്ഥമല, പെരടിപ്പള്ളം, കാരയൂർ തുടങ്ങിയ വനമേഖലകളിലും തീ കനത്ത നാശം വിതച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് കത്തി നശിച്ചത്. ഓരോ വർഷവും കാട്ടുതീ പ്രതിരോധത്തിനായി വനം വകുപ്പ് വൻതുക ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ മുൻകരുതലുകൾ ഇല്ലാത്തതാണ് ഈ ജൈവനാശത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മറയൂർ.